നമസ്കാരം. അമേരിക്കൻ കോൺഗ്രസിൽ ഉഗ്രസ്വരത്തിൽ ഇറാൻ യുദ്ധത്തെ ന്യായീകരിച്ച് സംസാരിച്ച പീറ്റർ ഹെക്സത്ത്, അതിനൊപ്പം വീണ്ടും വിവാദങ്ങളുടെ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ഈ കഥ മറ്റൊന്നാണ്. ഇതൊരു സാധാരണ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ വാർത്തയല്ല. അമേരിക്കയുടെ ഉള്ളിൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന വലിയ അസന്തോഷത്തിന്റെ ശബ്ദമാണ്. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ച പ്രസംഗം. ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളെ ദേശീയ സുരക്ഷ എന്ന പേരിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അതേസമയം അമേരിക്കൻ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം, ഇത് നമ്മുടെ യുദ്ധമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തി നിലനിർത്താനുള്ള ട്രംപിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നീക്കമോ? യുദ്ധം തുടങ്ങിയത് മുതൽ അമേരിക്കയിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. യുദ്ധത്തിന്റെ ചെലവും മനുഷ്യനഷ്ടവും അന്താരാഷ്ട്ര വിമർശനവും എല്ലാം ചേർന്ന് ട്രംപിനെതിരായ വികാരം കൂടുതൽ കടുപ്പിക്കുന്നു. കോൺഗ്രസിൽ പോലും ഏകകണ്ഠമായ പിന്തുണ ലഭിക്കാത്ത അവസ്ഥ ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ഹെക്സത്ത് പോലുള്ളവരുടെ കടുത്ത പ്രസംഗങ്ങൾ പോലും ഈ വിമർശനങ്ങളെ ചെറുക്കാൻ പോരാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ നടപടിയെ പ്രതിരോധിച്ച് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് തന്നെ രംഗത്തെത്തി. US കോൺഗ്രസിലാണ് പീറ്റ് ഹെക്സത്തും പെന്റഗൺ നേതൃത്വ സൈനിക നടപടിയെ പ്രതിരോധിച്ചുള്ള വാദങ്ങൾ ഉയർത്തിയത്. ഇറാൻ യുദ്ധത്തെക്കുറിച്ച് കടുത്ത ചോദ്യങ്ങളാണ് US കോൺഗ്രസിൽ പീറ്റ് ഹെക്സത്ത് നേരിട്ടത്. യുദ്ധം എന്തിനായിരുന്നുവെന്നാണ് ജനപ്രതിനിധികൾ ചോദിച്ചത്. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിയോഗികൾ ഡെമോക്രറ്റുകളും ചില റിപ്പബ്ലിക്കൻ അംഗങ്ങളുമെന്നാണ് പീറ്റ് ഹെക്സത്ത് US കോൺഗ്രസിൽ ആരോപിച്ചത്. ക്യാപിറ്റോൾ മന്ദിരത്തിൽ പീറ്റ് ഹെക്സത്തിനെതിരെ പ്രതിഷേധവും നടന്നു. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ചതുപ്പിൽ താഴ്ന്നത് പോലെയുള്ള അവസ്ഥയോ അല്ല എന്നാണ് പീറ്റ് ഹെക്സത്ത് വിശദമാക്കിയത്. ബുധനാഴ്ച ഹൗസ് ആൻഡ് സർവീസസ് കമ്മിറ്റിയിൽ നടന്ന ഹിയറിംഗിലാണ് അദ്ദേഹം സർക്കാരിന്റെ നയങ്ങളെ ന്യായീകരിച്ചത്. യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയുടെ സൈനിക ശേഷിയെ തളർത്തുന്ന വിയറ്റ്നാം മോഡൽ കെണിയായി മാറുമോ എന്ന ജനപ്രതിനിധികളുടെ ആശങ്കയെ പീറ്റ് ഹെക്സത്ത് തള്ളി. ഇറാൻ ഭരണകൂടത്തിന്റെ ആണവായുധ മോഹങ്ങളെയും പ്രാദേശിക അസ്ഥിരതയും തകർക്കാൻ ഈ സൈനിക നടപടി അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഹെക്സത്ത് വാദിച്ചത്. മുൻ ഭരണകൂടങ്ങൾ ഇറാനോട് മൃദു സമീപനം സ്വീകരിച്ചതാണ് സ്ഥിതിഗതികൾ ഇത്രത്തോളം വഷളാക്കിയതെന്നും പീറ്റ് ഹെക്സത്ത് ആരോപിച്ചു. യുദ്ധം എന്നത്തേക്ക് അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള എക്സിറ്റ് പ്ലാൻ എന്താണെന്നോ വ്യക്തമാക്കാൻ ഡെമോക്രാറ്റിക് അംഗങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും കൃത്യമായ സമയപരിധി നിശ്ചയിക്കാൻ പീറ്റ് ഹെക്സത്ത് തയ്യാറായില്ല. എന്നാൽ അമേരിക്ക ലക്ഷ്യം കാണുന്നത് വരെ പിൻവാങ്ങില്ല എന്നും ഇറാന്റെ ഭീഷണികളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും പീറ്റ് ഹെക്സത്ത് ആവർത്തിച്ചു. സൈനിക നടപടി കൃത്യമായ ആസൂത്രണത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും അത് അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും പീറ്റ് ഹെക്സത്ത് സഭയെ അറിയിച്ചു. അതേസമയം ഇറാൻ തീർത്തും ദുർബലമാണെന്നാണ് പെന്റഗൺ US കോൺഗ്രസിൽ വിശദമാക്കിയത്. അമേരിക്കയുടെ ഇറാൻ യുദ്ധ ചെലവ് ഇതുവരെ $25 ബില്യൺ ആണെന്നും പെന്റഗൺ വിലയിരുത്തി. 14 US സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നും പെന്റഗൺ വിശദമാക്കി. ഇവിടെ പ്രധാനമായുള്ള മാറ്റം എന്താണ്? മുൻപ് ട്രംപ് വിവാദങ്ങൾക്കിടയിലും ശക്തമായ പിന്തുണ നിലനിർത്തിയ നേതാവായിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം തന്നെ തിരിച്ചടിയായി മാറുന്ന സൂചനകൾ കാണും. ഇറാൻ യുദ്ധം ഒരു മുദ്രാവാക്യത്തെ തകർക്കുന്ന ഘടകമായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന സാമ്പത്തിക സമ്മർദ്ദവും സുരക്ഷാ ഭീതിയും എല്ലാം ചേർന്ന് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുകയാണിപ്പോൾ. ലോകതലത്തിലും അവസ്ഥ വ്യത്യസ്തമല്ല. യൂറോപ്പ് മുതൽ മിഡിൽ ഈസ്റ്റ് വരെ അമേരിക്കയുടെ നീക്കങ്ങൾക്ക് എതിരായ ശബ്ദം ഉയരുകയാണ്. പഴയ സഖ്യങ്ങൾ പോലും ഇപ്പോൾ സംശയത്തിന്റെ കണ്ണോടെ അമേരിക്കയെ നോക്കുന്നു. ഈ ഒറ്റപ്പെട്ട അവസ്ഥ ട്രംപിന്റെ നേതൃത്വത്തെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ദുർബലമാക്കുന്നു. പക്ഷേ ട്രംപിന് പ്രസിഡന്റായി തുടരാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ അഭിപ്രായമാണ്. അത് ഉറപ്പായ യാഥാർത്ഥ്യമെന്ന് പറയാനുള്ള സമയം എത്തിയിട്ടില്ല. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവുകൾ അസാധ്യമല്ല. എന്നാൽ ഈ യുദ്ധം ട്രംപിന്റെ തിരിച്ചുവരവിന്റെ വഴി വളരെ കടുപ്പമാക്കുന്നു എന്നത് സത്യമാണ്. ഈ സംഭവ വികാസങ്ങൾ ഒരു വലിയ സന്ദേശം നൽകുന്നു. യുദ്ധം വെറും വിദേശ നയം മാത്രമല്ല, അത് ആഭ്യന്തര രാഷ്ട്രീയത്തെയും നിർണ്ണയിക്കുന്നതാണ്. ഇറാൻ യുദ്ധത്തിന്റെ തീ അമേരിക്കയുടെ പുറത്തല്ല, അകത്തും കത്തുകയാണ്. ഈ തീയിൽ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി ചുട്ടുനശിക്കുമോ അല്ലെങ്കിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമോ? അതാണ് ലോകം ഉറ്റുനോക്കുന്ന അടുത്ത വലിയ ചോദ്യം.